എന്തായാലും കന്യാസ്ത്രീകളുടെ അഭിഭാഷകരടക്കം പുറത്തെത്തിയതിനു ശേഷം വ്യക്തമാക്കിയത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് ഉണ്ടായി എന്നത് തന്നെയാണ്. പക്ഷേ ഷോൺ ജോർജ് ഇപ്പോൾ പ്രതികരിച്ചത് അത്തരമൊരു എതിർപ്പുണ്ടായില്ല, കേസ് ഡയറിയിലുള്ളതെല്ലാം ശരിയാണ് എന്നതായിരുന്നു പറഞ്ഞതായിരുന്നു ഷോൺ ജോർജ് ഇപ്പോൾ ഒരു വാദം ഉന്നയിക്കുന്നത്. കേസ് ഡയറിയിൽ ഈ കന്യാസ്ത്രീയുടെ പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴികളുണ്ട്. തങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ തരത്തിലുള്ള മൊഴികളുണ്ടായിരുന്നു. ഇത് ശരിയെന്ന് മാത്രമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചത് കൃത്യമായ എതിർപ്പ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കാരണം സെഷൻസ് കോടതിയിലടക്കം ശക്തമായ എതിർപ്പായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രോസിക്യൂഷൻ പറയുകയും ഇത് NIA കോടതിയിലേക്ക് സെഷൻസ് കോടതി വിടണമെന്നൊരു അഭിപ്രായം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് തങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല എന്നതായിരുന്നു സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചത്. പിന്നാലെയാണ് ഇത്തരത്തിൽ NIA കോടതിയിൽ ഒരു ജാമ്യാപേക്ഷയുമായി ഇന്ന് സമീപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ ഷോൺ ജോർജ് പറഞ്ഞത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കന്യാസ്ത്രീകൾക്ക് നാളെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമുക്ക് കൈവിടേണ്ട കാര്യമില്ല. പക്ഷേ പ്രോസിക്യൂഷൻ എതിർത്തിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ബിലാസ്പൂരിൽ നിന്ന് പുറത്തുവരുന്നത്. പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ UDF MPമാർക്ക് ഉറപ്പ് നൽകിയത്. സംസ്ഥാന BJP അധ്യക്ഷനടക്കം ഇക്കാര്യങ്ങൾ പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബിലാസ്പൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത പ്രോസിക്യൂഷൻ ഇത്തവണയും NIA കോടതിയിലും സമാനമായ നിലപാട് സ്വീകരിച്ചു. പ്രോസിക്യൂഷൻ എതിർത്തു എന്ന് തന്നെയാണ് NIAയുടെ അഭിഭാഷകരടക്കം ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അരവിന്ദ്, എന്തായാലും അവിടെ ഇപ്പോൾ ഇടത് MPമാരും അതുപോലെ തന്നെ കോൺഗ്രസ് MPമാരും ഒക്കെയുണ്ട്. അവിടെ എത്തി കന്യാസ്ത്രീകളെയൊക്കെ കണ്ടിരുന്നു. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അമിത്ഷായുടെ വാക്കിനൊരു വിലയും ഇല്ലാതായി എന്ന തരത്തിലാണോ പ്രതികരണങ്ങൾ? എന്തായാലും ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്ര പ്രകാരത്തിൽ തന്നെയാണ്. അത്തരത്തിൽ പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ എവിടെ പോയി? ആ വാക്കുകൾക്കൊരു വിലയില്ല എന്ന ചോദ്യം തന്നെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ ഉയർത്തുന്നു. കാരണം UDF MPമാർ കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. കന്യാസ്ത്രീകളുടെ അവസ്ഥ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ടൊരു മറുപടി ഉണ്ടായത്. ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയത്. സംസ്ഥാന BJP അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പള്ളികളിലടക്കം എത്തി ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന് തന്നെ NIAയുടെ അഭിഭാഷകനടക്കം ഇന്ന് കോടതിക്ക് പുറത്ത് വാദം പൂർത്തിയായതിനു ശേഷം പുറത്തു വന്നപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ എവിടെ പോയി എന്ന ചോദ്യം തന്നെ രാജ്യം ഉന്നയിക്കുമെന്ന കാര്യം യാതൊരുവിധ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ 8 ദിവസമായി കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ ദുരിതം അനുഭവിച്ച് വരികയാണ്. വലിയ ദുരിതത്തിൽ തന്നെയാണ് അവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അവരെ സന്ദർശിച്ച MPമാരും MLAമാരും ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ അനീതിയായി അല്ലെങ്കിൽ ഇതിൽ നീതികേടായി അവരെ ഈ ജയിലിൽ അടച്ചിടരുത് എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അവർ നിരപരാധിയാണ് എങ്കിൽ അവരെ എന്തുകൊണ്ട് ഇത്രയും ദിവസം അവരുടെ ജാമ്യാപേക്ഷ വീണ്ടും ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. അത് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകി. ഇത്തരത്തിൽ ഛത്തീസ്ഗഡിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ട് പോലും അത്തരമൊരു എതിർപ്പുണ്ടായത് എങ്ങനെ എന്നതാണ് ഇനി ഏറ്റവും നിർണായകമായ ചോദ്യം. എന്തായാലും നാളെയാണ് ജാമ്യാപേക്ഷയിൽ ഒരു വിധി ഉണ്ടാവുക. എല്ലാവരും ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു അനുകൂല വിധി ഈ കന്യാസ്ത്രീകൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.